ആശാമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കൃത്യം 5:45 ആയിട്ടുണ്ട്. 5:45 കൊല്ലം ഹാർബറിൽ നിന്ന് തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് വള്ളങ്ങൾ. ചാള സീസൺ വന്നു കഴിഞ്ഞിരിക്കുന്ന ചാളയുടെ പണിയാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലും ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നതും ചാളപ്പണിയിലാണ് കേട്ടോ. അതായത് മറ്റ് പണികളെക്കാളും ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത് ചാളപ്പണിക്കാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളതെല്ലാം വരുന്ന വീഡിയോസിലൊക്കെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. എല്ലാം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു തീർക്കാനൊന്നും പറ്റത്തില്ല. കാരണം അത്രമാത്രമുണ്ട്. ഈ ചാളപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഉണ്ട്, ഹൈപ്പുണ്ട്, ചില സമയങ്ങളിൽ ഇടിമിന്നലിൽ പെട്ട് പോലും നമുക്ക് മീൻ കിട്ടാറുണ്ട്, പിന്നെ അടികൂടാറുണ്ട്. അങ്ങനെ നിരവധി കാഴ്ചകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ്. പറ്റുന്നതും വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഡൗട്ട് എന്തെങ്കിലും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലാകാൻ പറ്റാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. നമ്മൾ അതിനും മറുപടിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലോട്ടൊക്കെ പറഞ്ഞു തരാം കേട്ടോ. കമൻറ്റ് നോക്കിയിട്ട് റിപ്ലൈ തരാൻ പറ്റും, പക്ഷേ റിപ്ലൈ തന്നുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ രാത്രിയും പകലും പോകുന്നു. അതായത് ഇപ്പോൾ വൈകിട്ട് കൃത്യം 5:10 5 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഒരു 11-12 മണി ആകുമ്പോഴേക്കും തിരിച്ച് കരയിലോട്ട് വരും. എന്നിട്ട് വീണ്ടും ഒരു 1 മണിക്കൊക്കെ ആകുമ്പോൾ 1-2 മണിയാകുമ്പോൾ വീണ്ടും പുറത്തോട്ട് പോകും. അതായത് കടലിലോട്ട് പോയി വീണ്ടും മീൻ പിടിക്കാൻ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേക്കും നമുക്ക് ഉറക്കമില്ല. വീട്ടിൽ ചെന്ന് കയറുന്നത് തന്നെ ഒരു 11-12 മണിക്കൊക്കെ ആയിരിക്കും. അതായത് രാവിലെ 11-12 മണിക്കൊക്കെ ആയിരിക്കും. അത്രയും കഷ്ടപ്പാടാണ്. ഉറക്കം എന്താണെന്ന് പോലും നമുക്ക് ചില സമയങ്ങളിൽ കിട്ടാറില്ല. അതായത് ഉറക്കം എന്താണെന്ന് പോലും നമ്മൾ അറിയാറില്ല. അമ്മാതിരി പണിയാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെ പണി ചെയ്യുന്നതുകൊണ്ട് ക്യാഷ് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ക്യാഷ് കിട്ടാറുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് വള്ളങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ തെക്കട്ടാണ് ഇപ്പോൾ മീൻ കിട്ടുന്നത്. കുറച്ചധികം കാലങ്ങളായിട്ട് നമ്മൾ മേലായിട്ടായിരുന്നു, അതായത് വടക്കോട്ടായിരുന്നു മീനിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നിരുന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് വശം, അതും നമ്മുടെ നാട്ടിൽ അഞ്ചെങ്ങിന്ന് തെക്ക് മാറി. അതുപോലെ തന്നെ ഒട്ടനവധി വള്ളങ്ങൾ പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പറ്റാത്ത പ്രധാന കാരണം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. നമ്മുടെ കൂടെ ഉള്ളത് 4 പേരാണ്. ചാളപ്പണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരാൾ ഇഞ്ചിലിരിക്കും, ബാക്കിയുള്ളവർ വല വലിക്കാനും വല വിടാനൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ എൻ്റെ ഹെഡ് മൗണ്ടും കാര്യങ്ങളെല്ലാം വച്ചിട്ട് വീഡിയോ എടുക്കുമ്പോഴേക്കും കറക്റ്റിന് കിട്ടുന്നില്ല, ഫോക്കസ് ആവുന്നില്ല. പക്ഷെ പറ്റുന്ന രീതിയിലെല്ലാം ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് എടുത്തു വെച്ചിട്ട് അതിനുശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. പണിക്ക് പോകാതെ നമുക്ക് ഒരു വള്ളത്തിൽ കയറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ അനുവദിക്കത്തില്ല, എപ്പോഴും അനുവദിക്കത്തില്ല. നമുക്ക് പരിചയമുള്ളവരായിരിക്കണം ഒന്നിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയാമെന്നുള്ള, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം വള്ളങ്ങളൊക്കെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അതിലേക്കോട്ട് കയറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വീഡിയോ എടുക്കാനായിട്ട് വിളിക്കണം. പക്ഷേ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അധികം ആൾക്കാരൊന്നും കൊണ്ടുപോകത്തില്ല. അതാണ് പ്രധാന കാരണം. അപ്പോൾ പറ്റുന്നതും പണിക്ക് പോയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പോരാ, അപ്പോൾ അവർക്ക് അതൊരു മുഷിപ്പുണ്ടാക്കും. അതായത് ഞാൻ അവർ പണി ചെയ്യേണ്ട സമയത്ത് വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാരും നല്ല ഇഷ്ടപ്പെടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂലി മേടിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് പോരായ്മകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതായാലും ചെറിയ ചെറിയ ക്ലിപ്പുകളായിരിക്കും, കുറഞ്ഞ വീഡിയോസ് ആയിരിക്കും, ഒരു 10 മിനിറ്റൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോസൊക്കെ ആയിരിക്കും. ആ വീഡിയോസിൽ പറ്റുന്നതും കാണിക്കാൻ പറ്റുന്നത് അത്രയും ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ഒരു 8:30 ആയപ്പോഴേക്കും നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം വിട്ടു നിന്നിട്ടുണ്ട്. ഏകദേശം 5 തെങ്ങിൻ്റെ തെക്ക് വശം മാറിയിട്ടാണ് നമ്മുടെ വള്ളം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വലയൊക്കെ വിട്ട് തീർന്നതിന് ശേഷം കുറച്ച് നേരം റോപ്പും കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വല പൊക്കി നോക്കിയപ്പോഴേക്കും വലയിൽ കെട്ടി നിൽക്കുന്ന ചാളയാണോ, എല്ലാം ജീവനോടെ വരുന്ന ചാളയാണ്. അപ്പം ചാള ജീവനോടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് കെട്ടുന്ന മീനാണ്. അപ്പോൾ തന്നെ നമ്മൾ വലയൊക്കെ തിരിച്ച് അതേപോലെ വിട്ടിട്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണിക്കുന്ന ചാളയാണോ, ചാളയുടെ ചാളയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ വില കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഈ ചാളക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 രൂപയിൽ കൂടുതൽ പോകാറുണ്ട് കേട്ടോ. അപ്പം അത്രയും വില കിട്ടുന്നത് ഇതുകൊണ്ടാണ്. അവനെ നമ്മളെ മാത്രമല്ല, മറ്റു വള്ളങ്ങളെല്ലാം മീൻ കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും കുറച്ച് ദൂരം ഓടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, 5 തെങ്ങിൻ്റെ തെക്ക് വശം മാറിയിട്ട്. അങ്ങനെ കൃത്യം 8:57, അതായത് 9 മണി ആവാറായപ്പോഴേക്കും നമ്മുടെ വല പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാള മീൻ കുറച്ചധികം ചാടിക്കിടപ്പുണ്ട്. ചാടിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ വലയിൽ മീൻ തട്ടുമെന്നൊക്കെയാണ് പറയുന്നത്, മുതിർന്നവരൊക്കെ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വല കൂട്ടിപ്പിടിച്ച്, അതായത് മീനും വലയായിട്ട് ഒരുമിച്ച് തന്നെ വലിച്ച് വള്ളത്തിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് കണ്ടില്ലേ, ആനച്ചോറ് കഴിയണമൊക്കെ. അത് വിട്, ആങ്കിൾ വിട്. ഓക്കെ, അത് പോയി.
ആകെ വയർലെസ്സിൽ പാട്ടിട്ടത്. വിളിക്കാനാ? അങ്ങനെ ഈ മീനുകളെല്ലാം അഴിച്ചെടുക്കാതെ എന്തിനാ വലിച്ചിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരയിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് പണിക്ക് പോകാത്ത മീൻ അഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ സഹായിച്ചിട്ട് നമ്മൾ മീനുകളെല്ലാം അഴിച്ചെടുക്കും. പോരാത്തതിന് ഒരുപാട് മീനുകൾ കെട്ടിക്കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വല താഴോട്ട്, അതായത് തറയിലോട്ട് പോകും കേട്ടോ. തറയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. വല പൊട്ടിപ്പോകാറൊക്കെ ഉണ്ട്. മീൻ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അമൃതം അധികം കിട്ടി കഴിഞ്ഞാൽ വലയൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ആ തുടക്കത്തിൽ വന്നതുപോലെ അല്ലാതെ പിന്നീട് മീൻ കുറവായിരുന്നു. അങ്ങനെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് കടയിലോട്ട് ഓടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മീനും കാര്യങ്ങളെല്ലാം നമ്മളെ വള്ളത്തിലുള്ള ആൾക്കാർ, ഞാൻ ഇപ്പോൾ എഞ്ചിൻ ഓടിച്ചിട്ട് വരുന്നതുകൊണ്ട് നമ്മളിത് കാണുന്നത് വർക്കല ബീച്ചിൻ്റെ ലൈറ്റാണ്, അതായത് വർക്കല ക്ലിഫിൻ്റെ ലൈറ്റാണ്. അതൊരു ഏകദേശം ദൂരെ നിന്ന് കടലിൽ ദൂരോട്ട് മാറി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു യാത്രാ കപ്പലിൻ്റെ ഷേപ്പിലായിരിക്കും കാണുന്നത്. അപ്പോൾ ആ ഒരു ദൂരത്ത് നിന്ന് നമ്മൾ കരയിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കരയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ കൊല്ലം ഹാർബറിലോട്ട് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവർ പകുതി വല കൂടുതൽ വലയിലുള്ള മീനുകളെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പോയി എത്തിയ ഉടനെ തന്നെ മീനുകൾ വാരി വിട്ടാൽ മാത്രം മതി. കുറച്ച് വലയിലുള്ള മീനുകൾ നമ്മൾ ചുറ്റും ആൾക്കാർ കൂടെ നിന്നിട്ട് അഴിച്ചെടുക്കും. അപ്പോൾ ഇത് മീൻ അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. പോരാത്തതിന് നമ്മൾ ഒരാൾ മാത്രം വീഡിയോ എടുക്കാൻ നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പണി ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ പണിക്ക് പോയതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ കൃത്യം 10:57 ആയപ്പോഴേക്കും നമ്മുടെ കൊല്ലം ഹാർബറിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയധികം വലയിലുള്ള മീനുകൾ അവർ അഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, തുടക്കത്തിൽ വലിച്ച മീൻ വലയിലുള്ള മീനല്ലാതെ മറ്റു വലയുള്ള മീനുകൾ ഒരുപാട് തട്ടിയിട്ടില്ലായിരുന്നു. കുറഞ്ഞ മീനേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ് നമ്മൾ തെക്ക് വശത്തോട്ടായിരിക്കും മീനിൻ്റെ ഓട്ടം, അതുകൊണ്ടായിരിക്കും ആ തെക്ക് വശത്തുള്ള വലയിൽ മീൻ വന്നിട്ട് വടക്ക് വശത്തുള്ള വലയിലൊന്നും മീൻ വരാത്തത്. അങ്ങനെ ആ മീനുകളെല്ലാം അഴിച്ചെടുത്ത് ഒരു 2 പീസ് വലയിൽ മീനുകളെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള 2 പീസിലാണ് നല്ലപോലെ മീനുകൾ വന്നത്. അതായത് നമ്മുടെ കയ്യടി വല തെക്ക് വശം നിന്ന വലയിൽ. അങ്ങനെ മീനുകളെല്ലാം അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഹാർബറിൽ കൊണ്ട് കെട്ടി മീനെല്ലാം അഴിച്ച് വിറ്റതിന് ശേഷം രാവിലെ ആകുമ്പോൾ, അതായത് രണ്ടാമത് വെള്ളയ്ക്ക് തള്ളുമെന്ന് പറയും. നമ്മൾ വെളുപ്പിന് ഒന്നുകൂടെ തള്ളിയിട്ടായിരിക്കും തിരിച്ച് വീണ്ടും കരയിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എത്ര രൂപ കിട്ടിയെന്നുള്ളതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. നമ്മുടെ ജോലിയും കാര്യങ്ങളെല്ലാം തീർന്ന് ഏകദേശം 10 മണിയായി കേട്ടോ. 10 മണിയായപ്പോൾ ജോലിയും കാര്യങ്ങളെല്ലാം തീർന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ കുളിച്ച് കിടന്നുറങ്ങുമ്പോഴേക്കും ഒരു സമയം എടുക്കും. പോരാത്തതിന് അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അത് ഇൻ്റർനെറ്റ് ഒത്തിരി ഷോക്കാണ് ഇവിടെ, നമ്മുടെ സിമ്മിനൊന്നും കിട്ടുന്നില്ല. ജിയോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പണിമുടക്ക് ഒത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയെന്നുള്ളത് ഡൗട്ടായിരിക്കും. അപ്പോൾ ഏകദേശം 43,000 രൂപയ്ക്കുണ്ട് കേട്ടോ. 43,000 രൂപയ്ക്ക് ഷെയർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 സംതിങ് രൂപ കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോരാത്തതിന് നമ്മുടെ കാറ്റ് വന്ന സമയങ്ങളിൽ വള്ളം ഓട്ടിച്ച് പിടിച്ചിട്ടാണ് വലയൊക്കെ വലിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോളും മണ്ണെണ്ണയ്ക്കും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ എമൗണ്ടായി. അങ്ങനെ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കടൽ കാഴ്ചകളും കടലിലെ മീൻപിടുത്തം കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള കിടലും കിടക്കാച്ചി ഫിഷിംഗ് വീഡിയോസൊക്കെ വരുന്നുണ്ട്.